എന്നെപ്പോലെ വിശന്ന് ജനറേറ്റർ കത്തിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും സ്വാഗതം. വരൂ, നമുക്ക് പൊതിച്ചോറ് കഴിക്കാം. ഞാൻ വീട്ടിൽ തന്നെ പൊതിഞ്ഞെടുത്തതാണ് കേട്ടോ. എടുത്ത് കമത്തിയൊക്കെ തിരിച്ചൊക്കെ വെച്ചേക്കുന്നത്. ഈ തുറന്നു പോയിരുന്ന ഭാഗ്യം. അങ്ങനെ നമ്മളിതേ പൊതി അഴിക്കുകയാണ് സുഹൃത്തുക്കളായി. എൻ്റെ അമ്മീ, രാവിലെ ചേട്ടന് കൊണ്ടുപോകാൻ ഉണ്ടാക്കി കൂട്ടാനും എന്നൊക്കെ ഞാൻ മിച്ചം പിടിച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ടെടാ ഇല ബാക്കിയുണ്ട്. പിന്നെന്തുകൊണ്ടൊരു പൊതിച്ചോറായിക്കൂടാ. പുറത്ത് പോയിട്ട് വന്നപ്പോൾ ദേ കരിയൊക്കെ ദിഗംബരനെ കൂട്ടിരിക്കുന്നു. വിശന്ന് എൻ്റെ അടപ്പും കുപ്പിയൊക്കെ കത്തിയാണ് കേട്ടോ വന്നത്. സവാളയൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്, ഒരു ഭംഗി കിട്ടുക. സവാളയ്ക്കും വില കുറവാണല്ലോ. നമുക്കിങ്ങനെ കുഴച്ച് കുഴച്ച് മിനിങ്ങിയാലോ. എൻ്റെ അമ്മേ, തീക്കകത്ത് വെള്ളം ഒഴിച്ച അവസ്ഥയായിരുന്നു. ആഹാ, അടിപൊളി അടിപൊളി. ചമ്മന്തിയുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, അച്ചാറുണ്ട്, വാങ്ങിയതാട്ടോ അച്ചാർ. പിന്നെന്താ ഉള്ളത്, പിന്നെ മുട്ടത്തോരനുണ്ട്. ദേ നമുക്ക് ഇത്തിരി ചോറെടുക്കാം, തോരനിട്ട് കൊടുക്കാം. മീൻ കണ്ടടാ, ഇത് നെത്തോലി മീൻ്റെ കൂടെ കിടന്ന വേറെന്താണ്ട് മീനാണ് കേട്ടോ. പിന്നെ ഞാൻ കിട്ടിയപ്പോൾ വെറുതെ വീട്ടിൽ എടുത്തിട്ടങ്ങ് പൊരിച്ചു. മുട്ടത്തോരൻ നിറച്ച് കറിവേപ്പില ഉണ്ടെന്ന് നാട്ടുകാരെ കാണിക്കണമല്ലോ. പിന്നെ ചമ്മന്തി ഇട്ട് ഇങ്ങനെ ഞവടി ഞവടി ഞവടി. ഇത് പറയുമ്പോൾ വീണ്ടും ദേ എൻ്റെ വായിൽ വെള്ളം ഊറുന്നു. വയറ്റിൽ കൊക്കോപ്പുഴുവൻ കണ്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ആരും നോക്കിയില്ല. എൻ്റെ ചിറ്റ വിചാരിച്ച് വെച്ചേക്കുന്നത് ദേ അവൾ ബിരിയാണി എങ്ങാണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ച് തിന്നുന്നതെന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാനൊന്നും പോയില്ല. ആഹാ, വാഴയിലയിൽ തിന്നുന്നതിൻ്റെ ഒരു ടേസ്റ്റേ. പണ്ട് സ്കൂളിലൊക്കെ ചോറ് പൊതിയും കെട്ടി പോയി കൊണ്ടുപോയത് ഓർക്കുന്നു. മൊത്തം അക്ഷരപ്പശകാണ്. നമുക്ക് വെള്ളം കുടിച്ചാലോ, ഗ്ലാസ്സൊന്നും എടുത്തില്ല, അണ്ടാവിൽ തന്നെ അങ്ങ് കുടിച്ച്. എൻ്റെ അമ്മേ, നിറഞ്ഞു. പിന്നെ ഭംഗിയൊന്നും നോക്കിയില്ല ഗൈസ്. അപ്പുറവും ഇപ്പുറവും കിടന്ന് എല്ലാം വാരിക്കൂട്ടി എടുത്ത് ഞാവടി അങ്ങോട്ട് തിന്നു. അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. നല്ലൊരു മഴ വരുന്നുണ്ട്. ഇനി കിടന്നു.